ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ്? പ്രത്യേകിച്ചും വിശുദ്ധ ഗ്രന്ഥം പരിചയപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ സവിശേഷതയാണ് ദൈവം സന്ദർശിക്കുന്നവനാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ താളുകൾ മുതൽ വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന താളുവരെ ഇതിനെക്കുറിച്ചുള്ള മനോഹരമായ ഹൃദയസ്പർശിയായ വിവരണങ്ങളാണ്. ആദത്തിനെയും ഹവ്വായെയും കാണാൻ വരുന്ന ദൈവത്തെ നാം കാണുന്നുണ്ട്. അവരോടൊത്ത് ഏദൻ തോട്ടത്തിൽ ഉലാത്തുന്ന ദൈവം, അബ്രാഹത്തെ കാണാൻ വേണ്ടി മാമറയുടെ ഓക്കുമരത്തോപ്പിലേക്ക് കടന്നു വരുന്ന ദൈവം, സാറായുടെയും അബ്രാഹത്തിൻ്റെയും ആതിഥ്യം സ്വീകരിക്കുന്ന ദൈവം. പിന്നീട് ആ ദൈവം പകരക്കാരെ അയക്കുന്നത് നമുക്ക് കാണാം, ദൂതന്മാരെ അയക്കുന്നു. പിന്നീട് ഇസ്രായേലിനെ കായികമായും രാഷ്ട്രീയമായും രക്ഷിക്കാൻ കെൽപ്പുള്ള ന്യായാധിപന്മാരെ ഏൽപ്പിക്കുന്നു. അവരെയും മതിയാകാതെ വരുമ്പോൾ രാജാക്കന്മാരെ നിയമിക്കുന്നു. അവരിലൂടെ തൻ്റെ പദ്ധതികളെ വെളിപ്പെടുത്തുന്നു. അവരെ ഉപദേശിക്കാൻ, നേർവഴിക്ക് നയിക്കാൻ പ്രവാചകന്മാരെ അയക്കുന്നു. പിന്നീട് സമയത്തിൻ്റെ പൂർത്തിയിൽ തൻ്റെ പുത്രനെ അയക്കുന്നു. ഇങ്ങനെ കാലാനുസൃതമായി പുരോഗമിക്കുന്ന ഒരു വലിയ സന്ദർശനത്തെ ദൈവം നടത്തുന്നത് നമ്മൾ ബൈബിളിൽ കാണും. പ്രിയപ്പെട്ടവരെ, ഈ സന്ദർശനത്തിനെല്ലാം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: തൻ്റെ മക്കളുടെ നന്മ, അവരുടെ വീണ്ടെടുപ്പ്, അവരുടെ രക്ഷ. നാം ഇന്ന് വായിച്ചു കേട്ട ഒന്നാമത്തെ വായനയിൽ വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഈശോ നടത്തുന്ന ക്ഷണമാണ്. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും അത് കേട്ട് തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കുകയും അവനോടൊത്ത് ഭക്ഷണത്തിനിരിക്കുകയും ചെയ്യും. അവനെ ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ സിംഹാസനത്തിൽ ഇരുത്തും. മനുഷ്യമക്കളെ നന്മയിലേക്ക് നയിക്കാനായി ദൈവം നടത്തുന്ന ഇടപെടലുകളെ, സന്ദർശനങ്ങളെ അതിമനോഹരമായിട്ട് വെളിപാട് പുസ്തകം അവതരിപ്പിക്കുകയാണ്. അത് വാതിലിൽ നടത്തുന്ന ഒരു കൊച്ചു മുട്ടാണ്. അത് കേട്ട് തുറന്നു വരുന്നവന് പിതാവിൻ്റെ പക്കൽ സിംഹാസനത്തിൽ ഇടം ലഭിക്കും. ദൈവത്തിൻ്റെ ക്ഷണം സ്വീകരിക്കുന്ന സാമുവേലിനെ നമ്മൾ കണ്ടുമുട്ടും. വാഗ്ദാന പേടകത്തിനരികിൽ കിടന്നുറങ്ങുന്ന സാമുവേൽ ദൈവത്തിൻ്റെ വിളി കേട്ട് അതിനോട് പ്രത്യുത്തരിക്കുന്നു. ദൈവികമായ ഇടപെടലുകളെ 10 തവണ കണ്ടിട്ടും ഫറവോ തൻ്റെ ഹൃദയം കഠിനമാക്കുന്നു. 2 വഴികളാണുള്ളത്. ഒന്നുകിൽ ദൈവത്തിൻ്റെ ക്ഷണം സ്വീകരിക്കാം, അല്ലെങ്കിൽ അതിനോട് ഹൃദയത്തെ കഠിനമാക്കാം. നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 44 മുതൽ 49 വരെയുള്ള വാക്യങ്ങളാണല്ലോ. അവിടെ ഈശോ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി ആ ദൗത്യം തുടർന്നു കൊണ്ടുപോകാൻ വേണ്ടി തൻ്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുന്ന മനോഹരമായ രംഗമാണ് നാം കേട്ടത്. തൻ്റെ ശിഷ്യരെ ലോകത്തിന് നാനാഭാഗങ്ങളിലേക്കും സുവിശേഷവൽക്കരണത്തിനായി പറഞ്ഞയക്കും മുമ്പ് ഈശോ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ എടുത്തു പറയുന്നുണ്ട്. നിയമത്തിലും പ്രവചനങ്ങളിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് പറഞ്ഞിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ വചനമായ പുത്രനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമാണല്ലോ നിയമവും പ്രവചനവും സങ്കീർത്തനങ്ങളും. എഴുതപ്പെട്ട ബൈബിളിൻ്റെ സാരസംഗ്രഹമാണ് ഇത് മൂന്നുമെന്ന് നമുക്കറിയാം. അപ്പോൾ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി പോകുന്ന ശിഷ്യന്മാർക്ക് തന്നെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകിയതിന് ശേഷം തൻ്റെ ദൗത്യം തുടരാൻ വേണ്ടി ഈശോ അവരെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഒന്ന്, ദൈവം നൽകുന്ന ക്ഷണങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ള ഒരു ചിന്ത. 2, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം, സുവിശേഷം പ്രഘോഷിക്കാനുള്ള ദൗത്യം നാം എപ്രകാരമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത. പ്രിയപ്പെട്ടവരെ, സാമുവേലിനെ പോലെ ദൈവത്തിൻ്റെ വിളികൾക്ക് കാതോർത്തിരിക്കാൻ, നമ്മുടെ ഹൃദയവാതിലിൽ ദൈവം മുട്ടുമ്പോൾ ഉടൻ തന്നെ തുറന്നു കൊടുക്കാൻ, അവനെ അകത്തേക്ക് സ്വീകരിക്കാൻ, അവനോടൊത്ത് ഭക്ഷിക്കാൻ, അവനോടൊത്ത് ഒന്നാവാനുള്ള നിമിഷങ്ങൾ നമ്മൾ പാഴാക്കാൻ പാടില്ല. 2, നമ്മുടെ ജീവിതം വഴി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈശോയെ പ്രഘോഷിക്കാനുള്ള ഒരു വലിയ ദൗത്യം നമുക്കുണ്ടെന്ന് സുവിശേഷം ഓർമ്മിപ്പിക്കുകയാണ്. അസീസി പുണ്യാളൻ പറയുന്നുണ്ടല്ലോ, എപ്പോഴും നിങ്ങളുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് സുവിശേഷം പ്രഘോഷിക്കുക, മറ്റു മാർഗങ്ങളില്ലെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. വാചക കസർത്തുകളേക്കാൾ ജീവിത മാതൃകകൾക്ക് മൂല്യം വർദ്ധിക്കുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ വഴി, സൽപ്രവൃത്തികൾ വഴി, സന്മാതൃകകൾ വഴി ഈശോയ്ക്ക് സാക്ഷ്യം നൽകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സ്വരത്തിന് കൂടുതൽ സൂക്ഷ്മതയോടെ, ശ്രദ്ധയോടെ കാതോർക്കാനും നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു പോരായ്മകളെ തിരുത്തിക്കൊണ്ട് നല്ല മാതൃക വഴി മറ്റുള്ളവർക്ക് ഈശോയെ പരിചയപ്പെടുത്താനും നമുക്ക് പരിശ്രമിക്കാം.
ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.